ടിൻഡറിലുണ്ടോ? എന്റെ പൊന്നു മസ്താനി, നിന്നെ കണ്ടിട്ടുണ്ടോ ടിൻഡറില്? ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ നീ ഉണ്ടല്ലേ. ചേട്ടനുണ്ടോ ടിൻഡറില്? ഏജ് പറ്റിച്ചിട്ട് 8 എടുത്ത് 25, 28 ഫോട്ടോ കണ്ടപ്പോ ടിൻഡർ ഡിറ്റക്ട് ചെയ്തപ്പോ ഫ്രോഡ് അടിച്ചിട്ട്. നെറ്റിനെ പേടിയാണോ? എനിക്ക് നെറ്റിനെ പേടിയാ. എന്താണ് നെറ്റിനെ പേടിക്കാൻ കാരണം? എന്താ അവന് കൂടുതൽ അതേട്ടാ എനിക്കും ഇടനെ പേടിയാണ്. മീറ്റ് ചെയ്യണം. എന്റെ മമ്മളുടെ സീൻ എന്താ അറിയോ? ആൾക്കാർ എന്നോട് ചോദിക്കും ഇത് റിയൽ അക്കൗണ്ട് ആണോ ഫേക്ക് അക്കൗണ്ട് ആണോ? അപ്പൊ റിയാലിറ്റി കാണിക്കാൻ നമ്മൾ എന്താ ചെയ്യണ്ടേ? അല്ല എനിക്കിങ്ങനെ മെസ്സേജ് അയച്ച് കമ്പനി അതൊന്നും പറ്റില്ല. പക്ഷെ നേരെ സ്ട്രേറ്റ് സംസാരം ഒന്നും വേണ്ട, സംസാരമൊക്കെ കുറവ്. അത് നമുക്ക് വൈബ് സെറ്റ് അല്ലെങ്കിൽ പിന്നെ എന്തിനാ വെറുതെ ഞാൻ അങ്ങനെ തന്നെയാണ് ടിൻഡർ ഇല്ലാത്ത കാലത്തെ. നമ്മളെ ലാസ്റ്റ് ഇന്റർവ്യൂ എടുത്ത സമയത്തെ അമീൻ ഭയങ്കര എയറിലായിരുന്നു നമ്മുടെ ഇന്റർവ്യൂ. അതായത് ധ്യാൻ ചേട്ടനെ അങ്ങ് സൈഡ് ആക്കുന്ന എന്താണ് മുതിർന്നവരെ റെസ്പെക്ട് ഇല്ല എന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. നാട്ടുകാരല്ലോ പറയണ്ടേ, എനിക്കങ്ങനെ ഫീൽ ചെയ്യുന്നത്. അവരെ എന്റെ അനിയനെ പോലല്ലേ, നമ്മൾ അതിന് റിപ്ലൈ കൊടുക്കണം. അതിന്റെ അനിയത്തി മാമൻ ദേഷ്യം തീർക്കണം. ഇന്ന് നമ്മളിവിടെ എല്ലാ ദേഷ്യവും തീർക്കും. സാമാന്യത്തെ കൊണ്ട് വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് now 9633888575. അടിപൊളി. നീ പറഞ്ഞപ്പോ കാര്യം മൂടോട്ടാക്കല്ല. 1.4 മില്യൺ ഞാൻ ഒന്നല്ല നോക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ അടിച്ചേ 1.4 മില്യൺ. നിർത്തിക്കോ, രണ്ടും കൂടെ കൂട്ടിയ 1.5 ആയിക്കോട്ടെ. ശരിക്കും യൂട്യൂബേഴ്സിന്റെ ദൈവമാണ് ധ്യാൻ ചേട്ടൻ. ഒന്നും തരുന്നില്ല. സാധാരണ ഭണ്ഡാരം കൊണ്ട് ദൈവത്തിന് കാശുണ്ടോ? നമുക്ക് തിരുപ്പതി ശബരിമലയ്ക്ക് എന്താ മറ്റേ പോപ്പിന്റെ റോമൊക്കെ എന്തിനാ? ഇതാണ് വിഷയം. ഹായ് ഹലോ, എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് അവർ ഷോ മസ്തി വിത്ത് മസ്താനി. സോ ഇന്ന് നമ്മൾ നമ്മുടെ സ്വന്തം ധ്യാൻ ചേട്ടന്റെ ഒരു സക്സസ് സെലിബ്രേഷൻ ഇന്റർവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. ഡിറ്റക്റ്റീവ് അതിനേക്കാൾ ഉപരി ഞങ്ങള് മസ്താനിയുടെ സക്സസ് സെലിബ്രേഷൻ സക്സസ് പെട്ടെന്നില്ലേ, പെട്ടെന്ന് സ്റ്റക്കായി. സാധാരണ പറഞ്ഞു പറയാൻ എന്റെ ഇന്റർവ്യൂ കരിയറിന്റെ ഗോഡ് ഫാദർ ആണ് ധ്യാൻ ചേട്ടൻ. ഗോഡ് ഫാദർ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. അപ്പം ഞാൻ ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ഒരുപാട് ഇന്റർവ്യൂസ് എടുത്തു. ആദ്യമായിട്ടാണ് എനിക്ക് ഒരു സക്സസ് സെലിബ്രേഷൻ. നീ സെലിബ്രേറ്റ് ചെയ്യണം. ഞാൻ ചോദിക്കുന്നത്, ധ്യാൻ ചേട്ടൻ ഇത്ര ഇന്റർവ്യൂ എടുത്തിട്ട് ധ്യാൻ ചേട്ടന് നിങ്ങൾ യൂട്യൂബേഴ്സ് അല്ലെന്ന് നിങ്ങളുടെ കൺകണ്ട ദൈവമായി ഇദ്ദേഹത്തിന് എന്ത് കൊടുത്തു? ഞങ്ങളുടെ ആരാധന, സ്നേഹം, സമയം അല്ലെ തിരിച്ചൊരു കോക്ടെയിൽ പാർട്ടിയാണ് ഞങ്ങൾക്ക് വരേണ്ടത്. നമ്മൾ ഇന്റർവ്യൂവിന് ശേഷം ചെലവരാം. ചായം ഇതുവരെ ആയിട്ട് കട്ട് ചെയ്ത് കളയരുത്. നിങ്ങളുടെ സംശയം എല്ലാം അറിയാവുന്ന യൂട്യൂബർ അറിയാലോ, ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. കഴിഞ്ഞ നമ്മുടെ ഇന്റർവ്യൂ ഹിറ്റ്, ഈ സക്സസിനോടൊപ്പം തന്നെ ഞങ്ങളാ തൂക്കിയത്. കഴിഞ്ഞ നമ്മുടെ കൊടുത്ത ഏറ്റവും ഇന്റർവ്യൂവിൽ ഏറ്റവും സീസൺ ഹിറ്റ് അടിച്ചത് മസ്താനിയാണ്. വിജയം. ഇതിൽ നിന്ന് നിങ്ങൾ എനിക്ക് നീ പറഞ്ഞു കൺകണ്ട ദൈവമാണെങ്കിൽ ഒരു ഭണ്ഡാരപ്പെട്ടി ഉണ്ട് എല്ലാ അമ്പലത്തിലും. ദിവസമൊക്കെ കൂട്ടി പോകലോ. തൂണിലും തുരുമ്പിലും ദൈവം ഉണ്ടെന്നാ ചേട്ടൻ. ഞങ്ങൾ ഇവിടെയാണ് പക്ഷെ ചേട്ടാ സിനിമ ഇത്രയും ഹിറ്റ് ആയിട്ട് ഓടുന്നു. അതുകൊണ്ട് എനിക്ക് ഗുണമില്ല, ഞങ്ങൾക്ക് ഗുണമുണ്ട്. ഞമ്മടെ സാമ്പത്തികമായിട്ട് ജോലി ചെയ്ത് കിട്ടി, 5 കോടി കിട്ടി. ഞങ്ങൾക്ക് എല്ലാവർക്കും 5 കോടി വെച്ച്. എന്താണ് ഫീൽ ചെയ്യുന്നത്?
ഭയങ്കര ഫീലിംഗ് അല്ലേ? തിയേറ്ററിലൊക്കെ കേറിയിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ഞാൻ അല്ല അങ്ങനെയൊന്നുമില്ല. ഞാൻ റീല് കണ്ടതാ. ശരിക്കും അല്ല, തിയേറ്ററിൽ ഇഷ്ടപ്പെട്ടു. കയറിയായിരുന്നോ? ഇന്നലെ ഞാൻ കണ്ടു. അപ്പൊ എന്താ തോന്നിയത്? എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്താണോ ഈ അപവാദമൊക്കെ പറയുന്നത്? എന്താ പറഞ്ഞില്ലേ തിയേറ്ററിൽ കയറി കഴിഞ്ഞാൽ എന്താ വിശ്വസിക്കാൻ വിശ്വസിക്കാൻ പറ്റില്ല? പറ്റില്ല. അതെന്താ വിശ്വസിക്കാൻ? ചേട്ടന്റെ റീലാണ്ട് ചേട്ടൻ ചോദിക്കുന്ന ശരിക്കും ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു റീലാണ്. അതെ, അത് നമ്മൾ സ്വാഭാവികമായിട്ടും വല്ലപ്പോഴും അങ്ങനെയൊക്കെ സംഭവിക്കും. ഫീഡ്ബാക്ക് കിട്ടാൻ വേണ്ടി ചോദിച്ചു. അല്ല, നമ്മള് ഇത് മറ്റേ KGF-ന്റെ ഒരു ഇന്റർവ്യൂവിന് വന്നിട്ട് യഷിനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ഇത്രയും വലിയൊരു വിജയം പ്രതീക്ഷിച്ചിരുന്നോ, അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും ഇതായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ആ വിജയം എങ്ങനെ ആസ്വദിച്ചോ അല്ലെങ്കിൽ ചോദിക്കുന്ന നമ്മൾ യഷ് പറഞ്ഞ ഉത്തരം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇത് വിജയിക്കുന്നുള്ള കാര്യത്തിൽ അത്രയും ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഇത് 5 വർഷം മുന്നേ ഞങ്ങൾ സിനിമ പ്ലാൻ ചെയ്ത സമയത്ത് ഞങ്ങൾക്ക് അറിയാം ഈ ദിവസം വരും, അപ്പൊ അന്ന് സക്സസ്ഫുൾ ആവും ഞങ്ങൾക്കറിയാം. സക്സസ്ഫുൾ ആയപ്പോ ഞങ്ങൾക്ക് ഒന്നും പ്രത്യേകിച്ച് തോന്നിയില്ല. ഞങ്ങൾക്ക് ഓൾറെഡി അറിയാലോ. അതുപോലെയാണ് ഞങ്ങളെ കേസിൽ ഞങ്ങൾക്ക് ഓൾറെഡി അറിയായിരുന്നു. സാധാരണ പോലെ അല്ല, ഈ കേസിൽ ഞങ്ങൾക്ക് അറിയായിരുന്നു. അതുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ ഒരു കൗതുകമോ അല്ലെങ്കിൽ ഒരു തോന്നിയില്ല. അങ്ങനെ ഓടുന്ന അറിയാമല്ലോ. ഷോട്ടിനപ്പുറം ഇത് നല്ല സിനിമയായിരിക്കും, പ്രൊഡക്റ്റ് ആയിരിക്കും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് ഇവന്. പക്ഷേ ക്ലൈമാക്സിൽ ആ ഭാഗത്ത് കണ്ടതേ ഇല്ല. ആ ഭാഗത്തെ ഡയറക്ടർ അടുത്ത് ഞാൻ എന്ത് ഇവിടെ ഇല്ല ഇല്ല, അമീൻ അവിടെ ഇല്ല. ഞങ്ങൾ എല്ലാരോടും നോക്കാൻ പറഞ്ഞു അമീൻ എത്ര സീനിലുണ്ട്. വീട്ടിലോട്ട് എവിടെയുള്ള എവിടെ നീ തിരിച്ചു GP വരുന്ന സമയത്ത് ഇവനോട് എവിടെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടല്ലോ പോകുന്നത്. അന്തിക്കുരുടെ ഫുൾ ഉണ്ട്. ഫസ്റ്റ് ഹാഫില് ഫസ്റ്റ് സീൻ കഴിഞ്ഞ് പിന്നെ പുള്ളിയില്ല. സെക്കൻഡ് ഹാഫില് പിന്നെ പുള്ളിയുണ്ട്. പിന്നെ ക്ലൈമാക്സിലും ഉജ്ജ്വലന്റെ കൂടെ നിൽക്കുന്നു. പക്ഷെ എവിടെ അമീൻ എവിടെ? ഡയറക്ടർമാരെ എഴുതാൻ മറന്നുപോയി. ദിവസം ഉണ്ടായിരുന്നല്ലേ ഷൂട്ട്? ഷൂട്ട് ഞാൻ അവിടെ 10-35 ദിവസം അവിടെ ഉണ്ടായിരുന്നത്. സത്യം പറ, കട്ട് ചെയ്ത് കളഞ്ഞ ശരിക്കും. വെറുതെ ആട്ടോ, അത് കുറെ ആൾക്കാർ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ ഏതൊരു മറ്റേ പ്രിവ്യൂ കഴിഞ്ഞ് ഇറങ്ങാൻ നേരത്ത് പുള്ളി ഇതാണെങ്കിൽ ചുമ്മാ കോമഡിക്ക് എന്താ പറഞ്ഞു. ഞാൻ പറഞ്ഞപ്പം നിങ്ങൾ എന്റെ എല്ലാ സീനും കട്ട് ചെയ്ത് കളഞ്ഞെന്ന് പറഞ്ഞു. അത് ചുമ്മാ വെറുതെ തമാശക്ക് പറഞ്ഞതാ. എനിക്ക് കുറെ പേഴ്സണൽ കാളും മെസ്സേജുകളും എല്ലാം വന്നു. ധ്യാൻ ചേട്ടൻ ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞത് ഒക്കെ വെറുതെ. അത് ചുമ്മാ എനിക്ക് കുറെ അല്ലാതെ എന്നെയൊക്കെ വിളിച്ചൊക്കെ ചോദിച്ചിട്ടാ ശരിക്കും അത് കട്ട് ചെയ്ത് കളഞ്ഞു. ഞാൻ ഇല്ലാത്തതുകൊണ്ട് പുള്ളി എന്നെ എനിക്കന്ന് ഷൂട്ട് പറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ അവിടുന്ന് വരാൻ തന്നെ 1 മണിക്കൂർ എന്തോ എടുക്കും. അത് വെയിറ്റ് ചെയ്യിപ്പിച്ച് എന്നെ വരുത്തിച്ചെടുത്ത് ആളടിയിരിക്കണേ. അതുകൊണ്ട് ഒരിക്കലും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ചുമ്മാ തമാശക്ക്. ഞാൻ അറിയുന്നില്ല ബാക്കി ഈ ഫോണും വെച്ച് ഇവന്മാര് വീഡിയോസ് എടുത്തോണ്ട് പോകുന്നുണ്ടോ. അല്ല, പക്ഷേ ഞാൻ പെട്ടെന്ന് ലാസ്റ്റിലെ ഏരിയയിൽ നീ ഇല്ലാത്തത് അവനില്ല റീഷൂട്ട് ചെയ്യേണ്ടി വരുമോ? അത് കണ്ടുപിടിച്ച് പറഞ്ഞത് നീ മാത്രമേ ഉള്ളൂ കേട്ടോ മസ്തു. കാരണം എന്താ എക്സിന്റെ പേര് അമീൻ എന്താ? എക്സിന്റെ പേര് അമീൻ എവിടെ കണ്ടാലും ഇങ്ങനെ നീ ഇത് മറന്നില്ല ചേട്ടാ. പ്രത്യേകിച്ച് അവന്റെ പേരെ കഴിയുമ്പോ അല്ല അത് കട്ടായിട്ട് ഇൻസ്റ്റയിലൊക്കെ വന്ന് എനിക്ക് കുറെ ഇതൊക്കെ വേറൊരു ലോകത്ത് ഇതൊക്കെ ഓടുന്നുണ്ടല്ലോ. വേറെ യൂണിവേഴ്സാ ചേട്ടാ. ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. അതിനകത്ത് വല്ലപ്പോഴൊക്കെ ഈ ടിൻഡറിലും അതിനകത്ത് മാത്രം ഇരിക്കാൻ എന്റെ പൊന്നു കണ്ടിട്ടുണ്ടോ ടിൻഡറില്? ഞാൻ കണ്ടിട്ടില്ല. ആ, അപ്പൊ നീ ഉണ്ടല്ലേ. എനിക്കൂടെ ഫ്രണ്ടിന്റെ അക്കൗണ്ടിൽ നടക്കുന്ന ആൾക്കാർ ഞാൻ കണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇങ്ങനെ വന്ന് അപ്പം ഇങ്ങോട്ട് ലൈറ്റ് ഇങ്ങോട്ട് പോകും. ഇവിടെ വന്നപ്പോ ഞാൻ അപ്പോഴേ ക്രോസ്. ഇല്ല 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 ഇല്ല, ഞാൻ നിന്നെ കണ്ടിട്ടേ ഇല്ല. കള്ളം പറയുന്നത് ഇപ്പൊ നേരെ മേലെ ഇരിക്കുമ്പോ ഇവിടെ വന്നിരുന്നിട്ട് പൊട്ടിക്കാൻ നോക്കുന്നല്ലോ. അതല്ല ബോധം വഴിക്ക് ലിഫ്റ്റ് അടിച്ച് പോണ്ടല്ലോ, കൂടെ ആരുടെയും കൂടെ പോകാൻ. അങ്ങനെയാണോ? ഇതെന്തോ പറയാൻ പറ്റില്ല. ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളൊക്കെ ഭയങ്കര സ്മാർട്ടാണ്. ഇതെന്റെ ടൈപ്പ് അല്ല മീൻ, അതുകൊണ്ട് എനിക്ക് അറിയാൻ സാധനം. ഇത് എന്റെ ടൈപ്പ് അല്ല കേട്ടോ അമീൻ. തന്റെ ടൈപ്പ് ആയതുകൊണ്ടായിരിക്കും ഇപ്പോഴും അമീൻ കൂടെ ഉള്ളത്. അത് പണ്ട് ടിൻഡർ ഒന്നും ഇല്ലാത്ത കാലത്ത്, കുറെ വർഷങ്ങൾക്ക് മുന്നെയാ. അപ്പൊ അന്ന് എനിക്ക് നമ്മളൊരു ഡേറ്റിംഗ് ആപ്പിലൊക്കെ ഉള്ള പോലെ ഞാൻ ഇത് പറയാൻ കാരണം പെട്ടെന്ന് ഓർത്ത ഒരു സംഭവം വെച്ചാൽ,
ചെന്നൈയിൽ ഞാൻ ഉള്ള സമയത്ത് പെൺകുട്ടി നമ്മൾ ഇതുപോലെ ഡേറ്റ് ഒരു പാർട്ടിക്ക് വെച്ച് മീറ്റ് ചെയ്യുന്ന സമയത്ത് നെക്സ്റ്റ് ഒരു ചെറിയ സൗഹൃദം ഉണ്ടാവുന്നു. ഓക്കെ. അപ്പൊ അന്ന് ഇതേപോലെ ഞാൻ നേരത്തെ ലിഫ്റ്റ് അടിച്ച് പോകുന്ന കേസ് പറഞ്ഞു ഒറ്റയ്ക്കാണോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ ഫ്രണ്ട്സ് ഉണ്ട്, ഡ്രോപ്പ് ചെയ്യാമോ എന്ന് ചോദിച്ചു. ഡ്രോപ്പ് ചെയ്യാലോ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കൂടെ വന്ന പിള്ളമാരെയൊക്കെ ഓട്ടോ കയറ്റി വിട്ടിട്ട് അമ്മമാരെയൊക്കെ തേച്ചിട്ട് ഞാൻ ഈ കാർ എടുത്തിട്ട് ഇവിടെ ഡ്രോപ്പ് ചെയ്യുന്നു. ഒരു പരിചയം ചെയ്യുന്നു. അപ്പൊ ഇവിടെ ഡ്രോപ്പ് ചെയ്യുന്ന സ്ഥലത്ത് ഒരു പയ്യനുണ്ട്. എന്നുവെച്ചാൽ ആ സ്ഥലത്ത് വേറൊരുത്തൻ വെയിറ്റിംഗ് ആണ്. അപ്പൊ ഞാൻ ചോദിച്ച സമയത്ത് അപ്പൊ എന്നെ പരിചയപ്പെടുത്തി. മീറ്റ് മൈ കസിൻ അദ്വൈത് എന്നൊരു പേര് പറഞ്ഞു. പെട്ടെന്ന് അവന്റെ പേര് അദ്വൈത് എന്ന് പറഞ്ഞു. ഓക്കെ. അപ്പൊ ഞാൻ ഹലോ ഒന്ന് പോയി. കുറച്ച് ദിവസം കഴിഞ്ഞു. പിന്നെ വേറൊരു സ്ഥലത്തെത്തി. ഇതേപോലെ ഞങ്ങൾ വീണ്ടും മീറ്റ് ചെയ്യുന്നു. വേറൊരു സ്ഥലത്തെത്തിയപ്പോൾ വേറൊരു പാർട്ടിക്ക് വെച്ചിട്ട് വേറൊരു കസിനെ പരിചയപ്പെട്ടു. മൈ കസിൻ അശോക്. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വേറൊരു സ്ഥലത്ത് ഞങ്ങൾ പിന്നെയും മീറ്റ് ചെയ്യുന്ന സമയത്ത് അവളുടെ വേറൊരു ഫ്രണ്ടുമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അവള് എന്നെ പരിചയപ്പെടും. വിത്ത് മൈ കസിൻ. എനിക്കറിയാം കസിൻ മൂന്നാമത്തെ കസിൻ ചെയ്യാതിരിക്കുന്നു. അപ്പൊ ഞാൻ ആലോചിച്ച് പക്ഷെ എനിക്ക് കസിൻസ് ഇല്ല. അല്ല ഞങ്ങൾ കഴിച്ചില്ലല്ലോ. ഞാൻ പൊതുവെ അന്നത്തെ കാലത്തുള്ള ഞാനും കോഴി അവളും കോഴി വേറെ ഒന്നുമില്ല. ചേട്ടനുണ്ടോ ടിൻഡറില്? രജിസ്റ്റർ ചെയ്യാൻ നോക്കിയപ്പോ അവര് പറഞ്ഞു 40 വയസ്സിന് ഏജ് പറ്റിച്ചിട്ട് 8 എടുത്ത് 25, 28 നട്ട് ഫോട്ടോ കണ്ടപ്പോ ടിൻഡർ ഡിറ്റക്ട് ചെയ്തപ്പോ ഫ്രോഡ് അടിച്ചു. ഇല്ല ചേട്ടനെ അങ്ങനെ ചെയ്യില്ല. നീണ്ട ദീപ് ശബ്ദം. മറ്റേ മാട്രിമോണി ഒക്കെ ഇല്ലേ? ഒരു കല്യാണം കഴിഞ്ഞു. എക്സ്പീരിയൻസ് ധ്യാൻ ചേട്ടൻ എല്ലാ ഡേറ്റിംഗ് ആപ്പിന്റെ പേരും പറഞ്ഞിട്ടുണ്ട്. അന്നാ ഞാൻ ആദ്യമായിട്ട് ഹിഞ്ചിനെ കുറിച്ച് അറിയില്ല. അത് കുറച്ച് ക്ലാസ് തറവാടികളും അത് ഭയങ്കര പാടായില്ല. ഹിന്ദി ഞാൻ വന്ന സമയത്ത് ഞാൻ ഇല്ല ഇതിനകത്തൊന്നും. അപ്പൊ എന്നോട് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു എടാ ടിൻഡറും ബംബിളും ഒന്നും നോക്കണ്ട, ഹിഞ്ചി പിടി. ഹിഞ്ചി ആകുമ്പോൾ ഒരു കുറച്ചുകൂടെ ക്രെഡിബിലിറ്റി ഉണ്ട്. ഞാൻ ബാംഗ്ലൂരിലുള്ള സമയത്ത് അപ്പൊ എന്നെ കാണിച്ചു ഇവരിടുമ്പോഴേ ഇവൻ ഇങ്ങോട്ട് പ്രവേശനമില്ല. ബാൻ ചെയ്ത അക്കൗണ്ട് ആയിരിക്കാം മിണ്ട്. ഡൗൺലോഡ് ചെയ്യുന്നോ? ഒന്നൊഴുക്ക് ഞാൻ നോക്കുമ്പോഴേ ഇപ്പം എല്ലാരും അതിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ അഴിഞ്ഞാടുമായിരുന്നു. പക്ഷെ നമ്മുടെ മറ്റേ ഇൻട്രോവേർട്ട് കൂട്ടിന് 3 ഡയലോഗ് ഉണ്ടായിരുന്നു. സംഭവം അവന് കുറച്ച് ഡയലോഗ് ഉണ്ടായിരുന്നു. അല്ല അവന് ഡയലോഗ് ഉണ്ടായിരുന്നു, അവന് പറയാൻ പറ്റാത്തോണ്ട് അതോടെ ലിബ്രാസിന് കൊടുത്തു. സീരിയസ് ആയിട്ട് അവര് ലിബ്രാസിന്റെ ഏതൊരു ഡയലോഗ് ഷെഹബാസാ പറയണ്ടേ. മറ്റേ സീചേട്ടന്റെ അടുത്ത് ഇച്ചിരി ഷെഹബാസിന്റെ ഡയലോഗായിരുന്നു. അവനത് പറയാൻ പറ്റാത്തോണ്ട് ലിബ്രാസിലോട്ട് സ്വിച്ച് ചെയ്തു. ഈ നമ്മള് ഇപ്പം ചേട്ടനാണെങ്കിലും ഇപ്പം ചേട്ടനൊക്കെ ആണെങ്കിലും ഭയങ്കര സ്ലോ മോഷൻ ഫൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അല്ല ചേട്ടൻ ഭയങ്കരമായിട്ട് അഴിഞ്ഞാടി ഭയങ്കര ചേട്ടന്റെ സ്ലോ മോഷൻ ഫൈറ്റിനൊക്കെ
ഞങ്ങൾക്ക് ഇങ്ങനെ ഞാൻ മോള് പറയട്ടെ, സ്ലോ മോഷൻ ഫൈറ്റ് എന്ന് പറയുമ്പോൾ മോള് ധരിക്കുന്നത് ചേട്ടനല്ല സ്ലോ മോഷനിൽ അടിക്കുന്നത്. എനിക്കറിയാം. ഞാൻ പറയല്ലേ, എനിക്കറിയാം. അത് വലിയ പാടല്ലേ ചേട്ടാ, ഇങ്ങനെയൊക്കെ അതല്ലേ ആ മറ്റേ പൊക്കിക്കൊണ്ട് ഞാനിങ്ങനെ ആലോചിക്കരുത് എങ്ങനെ അത് ഒരു കൈയൊക്കെ കൊണ്ട് എടുത്തു പറഞ്ഞത് നീ ചേട്ടന്റെ സ്ലോ മോഷൻ ഫൈറ്റ് ആക്ഷൻ അടിപൊളിയാണ്. ഇനി പോയല്ലോ, കാര്യം കഴിഞ്ഞല്ലോ. അതിലൊരു സ്ലോ മോഷൻ വോക്ക് ഉണ്ട്, ജസ്റ്റ് കുറച്ച് അത് നല്ല സെക്കൻഡ്സ്. ചെയ്യിച്ചതാ. അല്ല അതെല്ലാം ചെയ്യിപ്പിച്ചത്. ഞാൻ പോക്കോട്ടെ. ഞങ്ങൾക്ക് നമുക്ക് കഴിഞ്ഞ ഇന്റർവ്യൂല് യൂണിവേഴ്സ് അല്ല മൾട്ടിവേഴ്സ്, ക്രോസ് ഓവർ, ഹൈബ്രിഡ് ഇപ്പൊ ചോദിക്കരുത്, അന്നൊക്കെ പഠിച്ചതാ. എല്ലാം പറഞ്ഞതാ. ഭയങ്കര നോളജ് ഉള്ള ആളാണ്. ഞാനിപ്പോ ഫുൾ ട്രിപ്പ്, കാരണം ആരെ പേരിട്ടത് ഞാൻ കേട്ടില്ല. ഏതാ എന്നെ മാത്രം എന്താ വിളിക്കാൻ? നിന്റെ ഈ സിനിമാറ്റിക് നോളജ് വെച്ച് നീ ചിലപ്പോ നമ്മുടെ എന്റെ പടത്തിലൊക്കെ വരുന്ന സമയത്ത് നിറങ്ങി ഈ ഉജ്ജലുണ്ടല്ലോ, ഈ ഇരുട്ട് പേടിയുള്ള പരിപാടിയില്ലേ, അതെനിക്ക് ശരിക്കും കണക്ട് ചെയ്യാൻ പറ്റും. എനിക്ക് ശരിക്കും ഇരുട്ട് പേടിയോ, ഇത് സീരിയസ് ആയിട്ട് പറഞ്ഞതാ. മുന്നിട്ട് ഇഷ്ട You naughty. dim light. ഇരുട്ടല്ല, dim light ആണ്. നേരത്തെ ഒരിടത്ത് പറഞ്ഞെന്ന് വെച്ചാല് പുള്ളിനെ ആരോ പേടിപ്പിക്കാൻ നോക്കി. അപ്പൊ അവിടെ പ്രേതബാധ ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ മറ്റൊരാൾ പേടിച്ചു പറഞ്ഞു ലൈറ്റ് ഓഫ് ചെയ്യും. അപ്പൊ ചേട്ടാ കൂടുതൽ പേടിയാവില്ലേ എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഇരുട്ടത്താകുമ്പോ പ്രേതത്തിന് നിന്നെയും കാണാൻ പറ്റില്ല, നിനക്ക് പ്രേതത്തിനെയും കാണാൻ പറ്റില്ല, അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞു. അതിനാണ് പറഞ്ഞിട്ടുണ്ടോ അല്ലേ? അതുകൊണ്ട് ഇരുട്ടിനെ പേടിക്കണ്ട, ധൈര്യമായിട്ട് ഇരുട്ടത്ത് ഉദ്ദേശിക്കുന്ന നോട്ടിനെസ് അല്ല. ഞാൻ ആദ്യം പറഞ്ഞത് ഞാൻ ചേട്ടനാ. നിനക്ക് ഇരുട്ടിനെ പേടിയാണോ? എനിക്ക് ഇരുട്ടിന് പേടിയാ. എന്താണ് ഇരുട്ടിനെ പേടിക്കാൻ കാരണം? എന്നാ ഒരു കൂടുതൽ അതേട്ടാ എനിക്കും ഇടുന്ന പേടിയാണ്. പണ്ടായിരുന്നെങ്കിലും ഓക്കെ. അയ്യോ, ശരിക്കും naughty. മോളെ പറയാം. എന്റെ സിസ്റ്റർ പോലെ കാണുന്ന കുട്ടീനെ മോശം, വളരെ മോശം. മോശം പേഷ്യൻസിനെയൊക്കെ എങ്ങനെ പുള്ളി കാണുന്നുണ്ടെന്ന് ഞാൻ ആലോചിക്കുന്നു. ഡോക്ടർ മറ്റേ പുറത്തു നിന്നിട്ട് ഡോക്ടറിന്റെ ചിന്ത പേടിയാണ്, എനിക്ക് പേടിയാണ്. ഇത് ഫണ്ടാണെങ്കില് ഞാന് പണ്ട് ഇപ്പം ശ്വാസം പോയി ലൈക്ക് മൈൻഡഡ് ആവുക എന്ന് പറയില്ല. ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാർ നമ്മൾ സംസാരിക്കും. ഉദാഹരണത്തിന് ഇപ്പൊ മസ്തേ എന്റെ അടുത്ത് പറഞ്ഞു, ചേട്ടൻ ഇരുട്ടിനെ പേടിയാണോ? ഞാൻ ചോദിക്കുന്ന സമയത്ത് എനിക്കിപ്പോ ഇരുട്ടിനെ പേടിയല്ലെങ്കിൽ ഞാൻ പണ്ടാണെങ്കിൽ പറഞ്ഞേനെ. എനിക്ക് വന്ന എനിക്ക് ഇരുട്ടിനെ പേടിയാ. എനിക്ക് ഷാറുഖ് ഖാന്റെ സിനിമ ഭയങ്കര ഇഷ്ടം, എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ എപ്പോഴും മൈക്കിൾ ജാക്സൺ കേൾക്കാറ്, ഞാനും മൈക്കിൾ ജാക്സൺ കേൾക്കാറ്. അപ്പൊ നമ്മൾ തമ്മിലൊരു കോമൺ ഇൻട്രസ്റ്റ് ഉണ്ടാക്കി എടുക്കുകയാണ്. ഏത് ഇത്തരം കാര്യങ്ങൾ. അപ്പൊ എന്നുവെച്ചാൽ എന്റെ ഇഷ്ടങ്ങൾ നിന്റെ ഇഷ്ടങ്ങളാവും, എന്റെ ഇഷ്ടം അപ്പൊ ഒരു കണക്ഷൻ ആവും. പിന്നെ അശോക് ഒരു ധ്യാൻ പണ്ടൊക്കെ ആണെങ്കിൽ ഓക്കെ നൂഡിൽസ് കഴിക്കും, കഴിക്കും, ഞാനും കഴിക്കും, ഞാനും കഴിക്കും, അറിഞ്ഞൂടല്ലോ. ടിൻഡറിൽ കേറ്റാത്തതിന്റെ ദേഷ്യത്തിനാണ് ഞാൻ എല്ലാ ടിൻഡറിന്റെ മുതലാളി. ബമ്പളോ ഡബിളോ എന്താണെങ്കിൽ എടുക്കാം. നിന്നെ വിശ്വസിക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. ഇരുട്ട് അല്ല ഇരുട്ട് പടത്തിന്റെ കേസില് ഇരുട്ട് പേടി. അല്ല എനിക്കത് ഭയങ്കര കണക്ട് ചെയ്യാൻ പറ്റും. ഈ ഇരുട്ടത്ത് പെട്ടെന്ന് ലൈറ്റ് പോകുമ്പോ പേടിക്കുന്ന ഒരു സീനൊക്കെ ഇല്ലേ, ഞാൻ അങ്ങനെ ശരിക്കും ആ എനിക്ക് ഇരുട്ട് ലൈറ്റ് പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ ഞാൻ ഇരിക്കുന്നിടത്തിരിക്കും, സ്റ്റക്കായി പോകും. അവരങ്ങനെ തന്നെ ഇരിക്കും.
നിന്റെ അടുത്ത് നിൽക്കുന്നു. ഡോക്ടർ, വെറുതെ പഴയ കാലത്ത് കൊണ്ടുപോകല്ലേ. അമ്മീനെന്തോന്നും മിണ്ടാത്ത 2 കൗണ്ടർ അടിക്കുക. എങ്ങനെ കേറുന്ന ആലോചിക്കും. കൊറേ സീരിയസ് ഒക്കെ പിന്നിട്ട് നീ ഇവിടെ ഇരിക്കുന്നത് നിന്റെ കൂടെ ഇരിക്കാനാണ് എനിക്ക് ഇഷ്ടം. അതാണോ ഉദ്ദേശിച്ചത്? അതല്ലടാ പിക്കപ്പ് ലൈൻ. അല്ല, ഇതൊക്കെ പക്ഷെ പഠിക്കുന്നതാ. എന്നോട് ചോദിക്കാതെ ചോദ്യം, ഇപ്പൊ ഹിഞ്ചിൽ ടിൻഡറിലൊക്കെ ഏറ്റവും വലിയ ഇതെന്റെ ലാസ്റ്റ് ഇന്റർവ്യൂ കഴിഞ്ഞ് പോകുമ്പോഴേ എനിക്ക് കിട്ടുന്ന പേടി കേട്ടോ. അതാണ് എന്റെ ലാസ്റ്റ് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. നിനക്ക് ഇത് കഴിഞ്ഞാൽ നിനക്ക് ഇൻസ്റ്റാഗ്രാം ഫുൾ ഇതായിരിക്കും. പക്ഷെ ഞാൻ കഴിക്കുന്നത് ഫേസ്ബുക്കിൽ അവള് ഇരട്ടിന് പേടിയുള്ള അവസ്ഥയിലാണ്. ഞാൻ ചോദിക്കുന്നത് അങ്ങനെ ഇപ്പൊ നമ്മള് വെറുതെ ഒരു ഇപ്പൊ ടിൻഡറും ബമ്പിളൊക്കെ ഉള്ളപ്പോ വെറുതെ നമ്മൾ പെട്ടെന്ന് അങ്ങനെ ഇംപ്രസ്ഡ് ആവില്ലല്ലോ വേണമെങ്കിൽ പെട്ടെന്ന് ഏതെങ്കിലും റാൻഡം ബോയ്സിന് ഇഷ്ടമല്ലോ. ഇപ്പൊ പുറത്തൊക്കെ ആണെങ്കിൽ പിക്കപ്പ് ലൈൻ എന്ന് പറയും. പക്ഷെ പെട്ടെന്ന് ഒന്ന് ബുക്ക് ചെയ്യാൻ ഒരു ലൈൻ ഇട്ട് കൊടുക്കുമല്ലോ. പിക്കപ്പ് ലൈൻസ് അറിയായിരിക്കുമല്ലോ. അങ്ങനെ ഇഷ്ടപ്പെട്ട ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുള്ളതിൽ പൊളി സാധനം തോന്നി പിക്കപ്പ് ലൈൻ ഉണ്ടോ? ലൈക്ക് ഇംപ്രസീവ് ആയിട്ടുള്ള എന്താണ് നിങ്ങൾ ഇത് ബമ്പിൾ ടിൻഡറിലൂടെ ഒക്കെ ഇഷ്ടപ്പെട്ട ഒരു ലുക്സ് ആണോ നോക്കുന്നത്? അല്ല ഞാൻ ചോദിക്കാം, ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്താ, എങ്ങനെയാ? ഞാൻ ബമ്പിളിൽ നോക്കുമ്പോ ബമ്പിളിൽ ഇങ്ങനെ ഓരോ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവല്ലോ. അപ്പൊ ഫസ്റ്റ് ലുക്ക് നോക്കും ഫസ്റ്റ്. അത് കഴിഞ്ഞിട്ട് താഴെ ഞാൻ ഇങ്ങനെ പ്രൊഫൈൽ നോക്കും, അവരെന്താ ചെയ്യുന്നത്, വല്ല ജോലിയും പണിയൊക്കെ ഉള്ളതാണോ. ഇതൊക്കെ ഇതിലുണ്ടെങ്കിൽ വലിയ ജോലിയൊന്നും ഉണ്ടാവാൻ കാര്യം. അല്ല, ഉണ്ട്, നല്ല നല്ല പ്രൊഫൈലുള്ള ആൾക്കാരുണ്ട്. അപ്പം ഞാൻ ചിലപ്പോ മാച്ച് ചെയ്യും. പിന്നെ പക്ഷെ എനിക്കുണ്ടല്ലോ, അല്ല ഞാൻ ഇങ്ങോട്ട് അവരും നോക്കും ഇതുപോലെ. എന്റെ ബമ്പിളിന്റെ സീൻ എന്താ അറിയോ, ആൾക്കാർ എന്നോട് ചോദിക്കും ഇത് റിയൽ അക്കൗണ്ട് ആണോ ഫേക്ക് അക്കൗണ്ട് ആണോ എന്ന്. സത്യമായിട്ടും ചോദിക്കാറുണ്ടോ? അപ്പൊ റിയാലിറ്റി കാണിക്കാൻ നമ്മൾ എന്താ ചെയ്യണ്ടേ? അല്ല എനിക്കറിയുന്നേ റിയലാണെന്ന് കാണിക്കാൻ റിയാലിറ്റി കാണിക്കാൻ അവൾ അപ്പൊ തന്നെ ഓട്ടോ പിടിച്ച് സ്പോട്ടിൽ പോകും. സ്പോട്ടിൽ പോയി നിൽക്കും. ഞാൻ ചിലപ്പോ റിപ്ലൈ കൊടുക്കാൻ എനിക്ക് തോന്നി ഞാൻ കൊടുക്കും, റിയലാന്ന് പറയും. അപ്പൊ ഒരു എന്നാ ഒരു വോയിസ് ആയിക്കോ, അപ്പൊ ഞാൻ പറയും വേണമെങ്കിൽ അങ്ങനെ എനിക്ക് തോന്നാറില്ല. തോന്നിയാൽ ഞാൻ റിപ്ലൈ കൊടുക്കും. പിന്നെ എനിക്ക് അങ്ങനെ മെസ്സേജ് അയക്കാൻ എനിക്ക് ഇപ്പൊ ധ്യാൻ ചേട്ടൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടില്ലേ, കാണുമ്പോൾ ഉള്ള ഭയങ്കര കമ്പനിയാണ് എനിക്ക് ആ ഒരു വൈബം. എനിക്കിങ്ങനെ മെസ്സേജ് അയച്ച് കമ്പനി അതൊന്നും പറ്റും. പക്ഷെ ഞാൻ സംസാരം കുറവ്. ഭയങ്കര ഡെവലപ്മെന്റ് ധ്യാൻ ചേട്ടൻ ഇത്ര നാൾ ഇങ്ങനെ സംസാരിച്ചു. ഈ അമ്മീന്റെ കൂടെ എന്ന് കൂടിയോ? ഇത് മാത്രം പറഞ്ഞോട്ടെ, ഇത് മാത്രം. ഇറ്റിനെ പേടി, എനിക്ക് ഇറ്റിനെ പേടി. പക്ഷെ ഈ മെസ്സേജിന്റെ കേസ് ഞാൻ പറഞ്ഞില്ലേ, നിന്നെ പോലെ അധികം സംസാരം ഒന്നും ഇഷ്ടമല്ല. അത് ഞാനും നീ ഒരേപോലെ കേട്ടോ, അതും കൂടെ പറയണല്ലോ പറയുന്നത്. നമ്മളെ ഒരാളെ അടുത്ത് അറിയുന്ന സമയത്ത് സംസാരവും ടിൻഡറിലൊക്കെ കണ്ട് നമ്മൾ ഒരുപാട് സംസാരിക്കുന്നുണ്ടായിരുന്നു. നമ്മള് പൊതുവെ ഡേറ്റ് ചെയ്യും, കാണും, ഇത് ചെയ്യും, ചിലപ്പോൾ ഇഷ്ടം നമ്മളെ റിജക്ട് ചെയ്യും, അല്ലെങ്കിൽ വേണ്ടെന്ന് ചോദിക്കും, അത്രല്ലേ ഉള്ളൂ. കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. അത് ഭയങ്കരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സാധനം. ഷോർട്ട് ടൈം അടിച്ചു അതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഷോർട്ട് ടൈം. മാത്രല്ല മെമ്മറി ലോസ്, പെട്ടെന്ന് തന്നെ മറന്നു. അത് നമുക്ക് വൈബ് സെറ്റ് അല്ലെങ്കിൽ പിന്നെ എന്തിനാ വെറുതെ. ഞാൻ അങ്ങനെ തന്നെയാണ് ടിൻഡർ ഇല്ലാത്ത കാലത്തെ. പിന്നെ എനിക്ക് അത് മാത്രല്ല, എനിക്ക് പൊതുവെ ഫ്രണ്ട്സിനായിട്ടും ഞാൻ കമ്പനിയില്ല. കമ്പനിയിലല്ല, വിളിച്ച് സംസാരിക്കുന്ന പരിപാടി എനിക്കില്ല. ഫ്രണ്ട്സുമായിട്ടും കമ്പനിയില്ല. അല്ല, നേരിട്ട് കാണുമ്പോ ഉള്ള ഒരു പരിപാടി അത്രേ ഉള്ളൂ.
അപ്പൊ ഞാൻ എനിക്ക് ചോദിക്കും തോന്നുന്നു നിന്റെ ഫ്രണ്ട്സ് ഒക്കെ നിന്നെ ടിൻഡർ വഴിയായിരിക്കും ഇനി മാച്ച് ചെയ്യുന്നുണ്ടോ? നേരിട്ട് കാണണമെങ്കിൽ തന്നെ ടിൻഡറിൽ വരണം. അല്ലോ അല്ല ഞങ്ങൾ ഇടയ്ക്ക് കാണാറുണ്ട്. നമ്മളെ ഉജ്ജ്വലൻ ഇപ്പം സോറി, വിഷയങ്ങൾ നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ്. നമ്മളെ ലാസ്റ്റ് ഇന്റർവ്യൂ എടുത്ത സമയത്തെ അമീൻ ഭയങ്കര എയറിലായിരുന്നു നമ്മുടെ ഇന്റർവ്യൂല്. അതായത് ധ്യാൻ ചേട്ടനെ അങ്ങ് സൈഡ് ആക്കുന്ന, എന്താണ് മുതിർന്നവരൊന്നും റെസ്പെക്ട് ഇല്ല എന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. അവന് ഞാൻ കൊടുക്കുന്ന ഫ്രീഡം ഈ പറയുന്ന ഞാൻ ഇതൊന്ന് സീരിയസ് ആയിട്ട് പറയാണ്. അത് ഞങ്ങൾക്കിടയിലുള്ള നാട്ടുകാരല്ലോ പറയണ്ടേ, ഞാനല്ലേ വല്ലതും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത്. അവരെ എന്റെ അനിയനെ പോലല്ലേ, നമ്മൾ അതിന് റിപ്ലൈ കൊടുക്കണം. അതിന്റെ അനിയത്തി മാമൻ അച്ചമ്പി. സംഭവം എന്താന്ന് വെച്ചാ ഞങ്ങളുടെ ഇവര് ഇന്റർവ്യൂസ് മാത്രമല്ല കണ്ടിട്ടുള്ളൂ. ഇതിനു മുമ്പ് ഞങ്ങൾ ലൊക്കേഷനിലായാലും ഇപ്പൊ ഇന്റർവ്യൂസിന് എടുക്കുന്നതിന് മുമ്പായാലും ഞങ്ങൾ ഭയങ്കര ഓർമ്മിക്കല്ലേ ഭയങ്കര വൈബിലായിട്ട് പൊക്കോണ്ടിരിക്കുക. അപ്പം ഈ ഇന്റർവ്യൂ എടുക്കാൻ നേരത്തും നമ്മൾ ആ വൈബിൽ തന്നെയാണ് ഇരുന്നു. ഈ ചിരിയായാലും ഇതായാലും. അപ്പൊ ഈ പുറത്തുനിന്ന് കാണുന്നവർക്ക് നോക്കുമ്പോൾ ഞാനില്ല പെട്ടെന്ന് ഇതേ സാധനം ഞാൻ ദിലീപേട്ടനെ തമാശക്ക് ഇങ്ങനെ കളിയാക്കിയിട്ട് ഞാനൊരു സാധനം പറഞ്ഞു. അപ്പൊ ഇതേ സാധനം എന്നോട് ആൾക്കാർ ദിലീപേട്ടൻ്റെ അടുത്ത് പോയിട്ട് ബഹുമാനക്കുറവില്ല എന്നോട് ചോദിച്ചിട്ടുണ്ട് ആൾക്കാർ. അതെനിക്ക് ദിലീപേട്ടനോട് ആ സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട്, അതുപോലെ എനിക്ക് അവൻ എന്നോട് ആ സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് അവനത് സംസാരിക്കുന്നു. അതെ, നിങ്ങൾ വെറുതെ കമന്റ് ചെയ്ത് നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്തു ഗൈസ്. ക്ലോസ് അത്രേ ഉള്ളൂ. പക്ഷെ ഇപ്രാവശ്യം ഒന്നും മിണ്ടാത്ത അതുകൊണ്ടാണോ? എന്റെ പൊന്നിപ്പോ ഒന്നും ചെയ്യാൻ വയ്യ. അന്നത്തെ കണക്ക് ഫസ്റ്റ് ഡേ നമ്മളെ ഷോ വനിതാ വിനേതായിരുന്നു. അതിനക്ക് നല്ല മഴ, കാറ് പോയി നിർത്തി ഒരു അപ്പോഴത്തേക്ക് വന്നപ്പം തന്നെ മറ്റേ എല്ലാ കുയിലുകളെല്ലാം ഫോണുമായിട്ട് വന്ന് ഞാൻ തോന്നുന്നു ആ മഴയത്ത് എങ്ങനെയാലും ഒന്ന് അപ്പുറത്തോട്ട് കിടക്കണമല്ലോ. അപ്പൊ ഒരു സെക്യൂരിറ്റി ചേട്ടൻ പെട്ടെന്ന് കൊടയായിട്ട് വന്നു. അപ്പൊ ഞാൻ ഈ പുള്ളിക്കാരൻ എന്നെ പുള്ളിക്കാരൻ കൊട പിടിച്ച് ഞാൻ നടക്കണമെന്ന് പറഞ്ഞ് ഞാൻ പുള്ളിക്കാരനെ കൊട വാങ്ങിച്ചു. എന്നിട്ട് ബാ ചേട്ടാന്ന് പറഞ്ഞു. അപ്പം പറയില്ലല്ലോ പൊക്കോന്ന് പറഞ്ഞു. പുള്ളി അങ്ങ് ബാക്കിലോട്ട് ഓടിപ്പോയി. ഇതിന്റെ അടി ഒന്ന് കുറയണം, അവന്റെ അഹങ്കാരം നോക്കി ആ പാവപ്പെട്ട തന്തയുടെ പ്രായമുള്ള അങ്ങേരെ മഴയത്ത് നനയാൻ വിട്ടെന്നും പറഞ്ഞു. എന്റെ മുന്നേ അതിനകത്ത് മൊത്തവും ചീത്ത വിളി. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. മഴ നനഞ്ഞിട്ട് വന്നോടായിരുന്നോ? അടുത്ത വേണം ഞാൻ വരുമ്പോ മഴയത്ത് ഇങ്ങനെ വരണം. ഭയങ്കര സിമ്പിൾ. പക്ഷേ ധ്യാൻ ചേട്ടനെ കുറിച്ച് പൊതുവെ അങ്ങനെ പറയുന്നുണ്ട്, ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു നടനാണ്. കാരണം ഇപ്പൊ ധ്യാൻ ചേട്ടൻ നോക്കി, ഇവരൊക്കെ ഇപ്പൊ നല്ല ജീൻസ് ഒക്കെ ഇട്ട് ചേട്ടൻ ഭയങ്കര സിമ്പിൾ ആയിട്ട് ഒരു മുണ്ട്, ഒരു ഷർട്ട്. സൈസിനൊരു പരിധിയില്ലേ? ആദ്യം ബോഡി ഷേമിങ് ചെയ്ത ചേട്ടനാ ആഴ്ചകളായിട്ട് ചെയ്യുന്നതിന് ബാക്കിയൊന്നും പറയണ്ട. അപ്പൊ അതാ ചേട്ടന്റെ ഡ്രസ്സിങ്, ചേട്ടൻ ആൾക്കാരോട് പെരുമാറുന്ന രീതി അതൊക്കെ ഭയങ്കര സിമ്പിളാ. പൊതുവെ ഒരു സിംപ്ലിസിറ്റി ഉള്ള ഒരു നടനാണ് ധ്യാൻ ശ്രീനിവാസൻ. അത്ര നീ നിന്നെ നോക്കും. റോഡിച്ചേട്ടൻ വന്നോണ്ടാ ചോദിച്ചില്ലേ മുഖം എന്താ ചീഞ്ഞിരിക്കുന്നത്? ചീഞ്ഞതല്ല, ബ്ലഷ് ഇട്ടതാ. അത് ചിരിക്കുമ്പോ ഞാൻ ചുമക്കും. ചിരിക്കുമ്പോഴല്ല, സത്യം. ഇങ്ങനെ ഒട്ടിച്ചത്. അത് കുറച്ച് ബ്ലഷ് ഇട്ടിട്ടുണ്ട്, കുറച്ചല്ല. നെറ്റിയുടെ മുകളിൽ ഇവിടെയല്ല ബ്ലഷ് ഇടുന്നത്. പിന്നെ ഞാൻ അങ്ങനെ മേക്കപ്പ് ചെയ്യാം. അപ്പൊ ഞാൻ പറയാൻ വന്നെന്താ, വേറൊരു കാര്യം കൂടി ചോദിക്കട്ടെ ധ്യാൻ ചേട്ടൻ്റെ അടുത്ത്. നമ്മളെ രജനി സാറിന് ജയിലർ ഇറങ്ങിയ സമയത്ത് ചേട്ടന് ഒരു ജയിലർ ഉണ്ടെന്നു. ഇപ്പം തഗ് ലൈഫ് റിലീസ് ചെയ്യുന്ന സമയത്ത് ഒരു തഗ് എന്ന് പറഞ്ഞൊരു മൂവി ആണോ? ഞാൻ കേട്ടില്ല. തികച്ചും അത് വളരെ യാദൃശ്ചികം, അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് ടാക്ടിക്സ്. ഒരിക്കലും ഇങ്ങനെ നോക്കല്ല, എനിക്ക് പേടിയാവുന്നു. ദൈവമേ, അകത്തിലതാ ടിൻഡറിലുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഉജ്ജ്വലനെ ഇട്ട് ഉജ്ജ്വലമായ വരവേൽപ്പിൽ എന്തെങ്കിലും ദേഷ്യമുണ്ടോ? ഉണ്ടോ? താലക്കെട്ടൊന്നും കൊടുക്കണ്ടേ? അപ്പൊ ഉജ്ജ്വലന് ദേഷ്യമില്ലേ? ദേഷ്യം തീർക്കണം. ഇന്ന് നമ്മളിവിടെ എല്ലാ ദേഷ്യവും തീർക്കും. സാമാന്യത്തെ കൊണ്ട് സൂക്ഷിച്ച്
എന്റെ സീരിയൽ കില്ലർ ആണെന്ന് പറഞ്ഞിട്ട് ഒരു വില ഉണ്ടാവില്ല. പറയാ എന്ത് തോന്നുന്നു? പുള്ളി കാരണം മിണ്ടില്ല. മിണ്ടില്ലല്ലേ? സിനിമയിൽ ഇങ്ങനെ തന്നെയാണോ? ഞാൻ പെട്ടെന്ന് തലയടിച്ച് വിളിക്കുക. ഇതാണോ ആയുധം? ഉം. ഇത് വെച്ച് എത്ര അടി അടിക്കും? നിനക്ക് ഒറ്റ അടി മതി. തലച്ചോറില്ലല്ലോ. ഈ തലച്ചോറ് പൊട്ടണം. തലച്ചോറില്ലല്ലോ എന്ന്. ആ, നമ്മള് പിന്നെ ഡയറക്റ്റ് നമ്മള് തലയോട്ടി same ആണല്ലോ. അടിച്ച്. ഈ തലയോട്ട് പൊട്ടണ സൗണ്ട് കേൾക്കുമ്പോ ഇഷ്ടം തോന്നാറുണ്ട്. ഉം. അതൊന്ന് കേൾപ്പിച്ച് തരുമോ? കേട്ട് ചത്തു. ഓക്കെ, അപ്പൊ താങ്ക് യു കില്ലർ ഫോർ Coming. സർപ്രൈസ്. ഓക്കെ, അപ്പൊ എന്തായാലും ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ തിയേറ്ററിൽ നിറഞ്ഞ സദസ്സോടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് അതെ. അപ്പൊ ഇനി ഒരുപാട് ഷോകൾ പോട്ടെ, ഒരുപാട് ദിവസങ്ങൾ മുന്നോട്ട് പോട്ടെ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ. അപ്പം എല്ലാവിധ ആശംസകളും. നിനക്കും ഇത് ഹിറ്റ് അടിക്കട്ടെ അല്ലേ? എല്ലാം ധ്യാൻ ചേട്ടൻ ഐശ്വര്യം. അപ്പൊ താങ്ക് യു സോ മച്ച് Thank you. ഓൾ ദ വെരി പടത്തിനെ പറ്റി ബെസ്റ്റ്. പറഞ്ഞിരുന്നെങ്കിലും ടിൻഡറിനെ പറ്റി പറഞ്ഞു പ്രമോട്ട് എന്റെ ചെയ്തു. ഉജ്ജ്വലൻ